60 സെക്കൻഡ് അത്രേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അവിടെ നിങ്ങൾ ഫെയിൽ ചെയ്താൽ നിങ്ങളുടെ വീഡിയോ പെട്ടിയിലാവും. പക്ഷേ അത് മാസ്റ്റർ ചെയ്താൽ യൂട്യൂബ് ലിറ്ററലി നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി ബാക്കിയുള്ളവരോട് കെഞ്ചും. ഓക്കെ, ക്വിക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ നിങ്ങൾ പറയുവാണ് അടുത്ത വീഡിയോ കാണാം. ആ ഒരു മൊമെൻ്റ് അല്ലേ, ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ജഡ്ജ്മെൻ്റ് അല്ലേ, അതാണ് ചാനലുകളെ കൊല്ലുന്നത്. സോ ഇതിൻ്റെയൊക്കെ കോൾഡ് ആൻഡ് ഹാർഡ് സയൻസ് ഞാൻ പറഞ്ഞു തരാം. അതായത് യൂട്യൂബ് ആൽഗോരിതം നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ആദ്യത്തെ മിനിറ്റ് തന്നെ സ്കിപ്പ് അടിച്ചാൽ നിങ്ങളുടെ വീഡിയോ ഡെഡ് ബോഡി കുഴിച്ചു മൂടുന്നതിനെ പോലെ കുഴിച്ചു മൂടും. പക്ഷേ ഹ്യൂമൻ അറ്റൻഷൻ ഹാക്ക് ചെയ്യാൻ ഒരു വഴി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൈറൽ ക്രിയേറ്റേഴ്സ് അവരുടെ ഓഡിയൻസിനെ ഹിപ്നോട്ടൈസ് ചെയ്തിരുത്തുന്ന ഒരു 3 പാർട്ട് ഫോർമുലയെ പറ്റി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് തലച്ചോറിനെ പറ്റി സംസാരിക്കാം. നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഒരു ബദാം ഷേപ്ഡ് വസ്തുവുണ്ട്. അതിൻ്റെ പേരാണ് അമിഗ്ഡല. ഈ അമിഗ്ഡല കാരണമാണ് ഈ ഡ്രാമയും ഡേഞ്ചറും ആൾക്കാർ തമ്മിലുള്ള തല്ലുകൂടലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. സോ നിങ്ങളുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ക്യൂരിയോസിറ്റിയോ സസ്പെൻസിനെയോ ഇമോഷനെയോ ട്രിഗർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമീൻ എന്ന് പറയുന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കും. ഡോപ്പമീൻ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഉള്ളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമീൻ. ഡോപ്പമീൻ ഹിറ്റ് കിട്ടിയാൽ നമുക്ക് ഇൻസ്റ്റന്റ് റിവാർഡാണ് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ക്യൂരിയോസിറ്റിയോ സസ്പെൻസിനെയോ ഇമോഷനെയോ ആദ്യത്തെ കുറച്ച് സെക്കൻഡിൽ തന്നെ ട്രിഗർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കും. ആൻഡ് ആ വ്യൂവറോ അവരെങ്ങും പോകാൻ പോകണില്ല, അവർ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണും. ഞാൻ വൈൽഡായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വലിയ CGI-യോ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഗാഡ്ജറ്റ്സോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പവർഫുൾ ടൂൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. ആ ടൂൾ ഞാൻ 30 സെക്കൻഡിനുള്ളിൽ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് എല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ചില ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. സോ വ്യൂവേഴ്സിന് വേണ്ടത് അവർക്ക് ആ വീഡിയോ തുടർന്ന് കാണാൻ ഒരു റീസണാണ്. സോ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾക്ക് 5 സെക്കൻഡിന് താഴെ വേണമെങ്കിലും നഷ്ടപ്പെടുത്താം. നിങ്ങൾക്ക് വേണ്ടത് ടെൻഷനാണ്, ഹൈ സ്റ്റേക്സ് ആൻഡ് സസ്പെൻസ്. അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ പ്രോമിസ് ചെയ്ത ആ ഒരു റിട്ടൻഷൻ ചീറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ പേരാണ് ഹീറ്റ് ഫോർമുല. അതായത് ഹുക്ക്, ഇമോഷൻ, ആൻറ്റിസിപ്പേഷൻ ആൻഡ് ടെൻഷൻ. നമുക്ക് ആദ്യം ഹുക്കിനെ പറ്റി സംസാരിക്കാം. അതായത് നിങ്ങളുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു പഞ്ചി ലൈനോ ഒരു ഡ്രമാറ്റിക് വിഷ്വലിലോ തുടങ്ങുക. വ്യൂവേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് ബിലീഫിനെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനോ വീടും ബോൾഡുമായിട്ടുള്ള ഒരു ക്ലെയിമോ നിങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഒരു ഗോൾഡ് ഫിഷിൻ്റെ അത്രയും പോലും ഇല്ല. നമുക്കത് ടെസ്റ്റ് ചെയ്താലോ. അടുത്ത പാർട്ടാണ് ഇമോഷൻ, റിലേറ്റബിലിറ്റിയോ ഹൈ സ്റ്റേക്സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വ്യൂവേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം. അതെന്തോ ആയിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ. നെക്സ്റ്റ് പാർട്ടാണ് ആൻറ്റിസിപ്പേഷൻ. അതായത് ഓപ്പൺ ലൂപ്സ് പ്ലാൻ ചെയ്യുക. ഇനി എന്താണ് വീഡിയോയിൽ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി പറയുക. പക്ഷേ അത് ഉടനടി തന്നെ പറയാതെ അതിനുവേണ്ടി വ്യൂവേഴ്സിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക. ആ ഒരു കാര്യം ടീസ് ചെയ്ത് പോവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈ വീഡിയോൻ്റെ അവസാനം എൻ്റെ വാച്ച് ടൈം ട്രിപ്പിൾഡ് ആക്കിയ ഒരു ഇൻട്രോയിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് ടെൻഷൻ. അതായത് സ്റ്റേക്സ് എപ്പോഴും ഹൈ ആയിട്ട് കീപ്പ് ചെയ്യുക. എല്ലാം വളരെ ചില്ലും പെർഫെക്റ്റ് ആയിരുന്നാൽ വ്യൂവേഴ്സ് ഇറങ്ങിപ്പോകും. സോ ഒരു പ്രോബ്ലമോ ഒരു ഡേഞ്ചറോ പോട്ടെ ഒരു ട്വിസ്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ഒരു ഡേഞ്ചറിനെ പ്രെഡിക്റ്റും നോട്ടീസും ചെയ്യാൻ വേണ്ടി വയേർഡാണ്. അങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, 50 വീഡിയോസ് ഞാൻ ഇട്ടിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല ഈ ഒരു കാര്യം ചെയ്യുന്നത് വരെ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു ടെൻഷൻ പ്ലസ് ആൻ ഓപ്പൺ ലൂപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി എല്ലാം ചേഞ്ച് ചെയ്തെന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു കാര്യമാണ്, ടെൽ എ സ്മോൾ സ്റ്റോറി, അത്രേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ജീവിത കഥയല്ല. ഞാനിതിനെ മൈക്രോ സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് വർക്ക് ചെയ്യും, കാരണം ആൾക്കാരുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, പിക്സൽസുമായിട്ടല്ല. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വൈറലാവുമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോയ്ക്ക് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 15 വ്യൂസേ കിട്ടിയുള്ളൂ. ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ വരെ പോയി. പക്ഷേ എൻ്റെ അനലിറ്റിക്സിൽ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടോ? ഞാനൊരു ചെറിയൊരു സ്റ്റോറിയാണ് നറേറ്റ് ചെയ്തത്, ഒരു ഫെയിലിയർ മൊമെൻറ്റ്. ആൻഡ് ദാറ്റ് ലെഫ്റ്റ് യു വണ്ടറിങ്, ഞാൻ എന്താണ് കണ്ടുപിടിച്ചത്? അത് വീണ്ടും ഒരു ഓപ്പൺ ലൂപ്പായി മാറി. ഇനി ആ ഒരു ലൂപ്പ് നിങ്ങളുടെ ബ്രെയിനിനെ ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് എഡിറ്റിങ്ങിനെ പറ്റി സംസാരിക്കാം. ഇവിടെയാണ് മിക്ക ആൾക്കാരും മെസ്സപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് ചേഞ്ച് വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു മൂവ്മെൻറ്റും ഇല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒരു ചെറിയൊരു കട്ടോ ഒരു സൂം എഫക്റ്റോ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമോജി കാണിക്കുന്നതിലൂടെയോ ചെറിയൊരു ക്യാമറ ഷേക്ക് കൊണ്ടുവരുന്നതിലൂടെയോ ചെയ്യാൻ സാധിക്കും. ഈ ഓരോ ചെറിയ ചേഞ്ചസും
അറ്റൻഷനെ റീസെറ്റ് ചെയ്യും. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് സംസാരിക്കുന്ന ഒരു ടോക്കിംഗ് ഹെഡ് വീഡിയോ ആണെങ്കിൽ പോലും ഒരു ഹൈപ്പർ ആക്റ്റീവ് ഫ്രണ്ടുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കുന്നത് പോലെ എഡിറ്റ് ചെയ്യുക. 3-5 സെക്കൻഡിനുള്ളിൽ തന്നെ എന്തെങ്കിലും വിഷ്വൽ ചേഞ്ചസ് കൊണ്ടുവരിക. നമുക്ക് കുറച്ച് നേരം റിയൽ ആയിട്ട് സംസാരിക്കാം. മിക്ക ഇൻട്രോസും ഫെയിൽ ആവാറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീഡിയോ ഐഡിയ മോശമായി പോയി എന്നല്ല, നിങ്ങളുടെ എക്സിക്യൂഷനിൽ സ്ട്രക്ചർ ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു മൂവി ട്രെയിലറാണ്. നിങ്ങൾ ആ സിനിമയുടെ കഥ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ശ്രമിക്കേണ്ടുന്നത്. നിങ്ങൾ വ്യൂവേഴ്സിനെ കൊണ്ട് ആ സിനിമ മുഴുവൻ കാണിപ്പിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷെ മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നത്? അവർ സ്ലോ ആയിട്ട് തുടങ്ങും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് ബിൽഡപ്പ് ചെയ്യും. യൂട്യൂബ് OTT പ്ലാറ്റ്ഫോം അല്ല. നിങ്ങളുടെ ഓഡിയൻസ് പേഷ്യൻ്റ് അല്ല. അവർക്ക് വാല്യൂ എത്രയും പെട്ടെന്ന് തന്നെ വേണം. നിങ്ങളുടെ ഓരോ വാക്കുകളും പ്രേക്ഷകരെ വീഡിയോൻ്റെ ഉള്ളിലോട്ട് പുഷ് ചെയ്യണം. ഈ റൂൾസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിചിത്രമായൊരു കാര്യം സംഭവിക്കും. നിങ്ങളുടെ ഇൻട്രോ വേറെ ഒരു ഇൻട്രോ അല്ലാതായി മാറും. അത് വ്യൂവേഴ്സിനെ അടുത്ത 10 മിനിറ്റത്തേക്ക് ലോക്കാക്കുന്ന ഒരു ഹുക്കാക്കി മാറ്റും. അത് തന്നെയാണ് യൂട്യൂബിനും ആവശ്യം. യൂട്യൂബ് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ വളരും. ഇൻ ഷോർട്ട്, ആൽഗോരിതം എന്ന് പറയുന്നത് ജസ്റ്റ് ടെക്നോളജി മാത്രമല്ല, അത് സൈക്കോളജി കൂടിയാണ്.